تثبت على
ശുശ്രൂഷയ്ക്ക് പ്രധാന കാർമ്മികത്വം വഹിക്കുന്ന അഭിമന്യ പിതാവും സഹകാർമ്മികരും തിരുവസ്ത്രങ്ങൾ അണിഞ്ഞ് ദേവാലയത്തിലേക്ക് ഉടൻ ആഗതരാകുന്നതാണ്. കുരിശൻ പിറകിൽ ജീവിതം നയിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. മഹത്വം പ്രാപിച്ച ഉദ്ധരനായ വിശുദ്ധായുടെ പ്രതീകവും മാർത്തോമ ക്രിസ്ത്യാനികളുടെ മുഖമുദ്രയുമായ മാർത്തോമ ശ്ലീബയാണ് ഏറ്റവും മുമ്പിൽ സംഭവിക്കപ്പെടുക. കുരിശിന്റെ തണലിൽ അഭയം തേടി ആ പാതയിൽ ചരിക്കുവാൻ ശ്ലീബ വൈദിക അർത്ഥിയെ അനുസ്മരിപ്പിക്കുന്നു. സത്യവിശ്വാസം പ്രചരിപ്പിക്കുവാനും പഠിപ്പിക്കുവാനും കടപ്പെട്ടവരാണ് പുരോഹിതൻ എന്ന് ഓർമ്മിപ്പിക്കുന്നു. അഗ്നിയിൽ ഭസ്മമാകുന്നത് സ്വയം വിധിക്കുകയും ചെയ്യുന്ന കൊന്തിരുക്കാൻ വിശുദ്ധായുടെ പരിപാലനം പരത്തുവാൻ നമ്മെ അനുസ്മരിപ്പിക്കുന്നു. പ്രദർശനത്തിന്റെ ഏറ്റവും പിറകിലായി പട്ടം സ്വീകരിക്കുവാനുള്ള ശമാശൻ സ്ഥാനപത്രങ്ങളായ പത്തിനെയും ഊറാറയും അരക്കെട്ടും ധരിച്ച് കൈത്തണ്ടയും കാപ്പയുമായി അഭിമന്യ പിതാവിനായി മാതാപിതാക്കളും അനുഗതനായി ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നു. നമുക്ക് ഒന്നു ചേർന്ന് പ്രാരംഭഗാനം ആരംഭിച്ച് സത്തദാനം തൂകി ഞങ്ങളിൽ ഭക്തരിൽ നിറഞ്ഞിടേണമേ. മുക്തി നേടാൻ സത്യസ്നേഹസ്വരൂപനേ ദാനങ്ങൾ ചൊരിയൂ.
ധന്യമാക്കാൻ നൽകിയെന്തും ധീരമാ ലോകസന്തോഷം ത്യജിക്കാൻ ആത്മദാനമായി ഇറങ്ങിടുന്നു കൈപിടിച്ചു നടത്തണേ ലോകസന്തോഷം ത്യജിക്കാൻ ആത്മദാനമായി ഇറങ്ങിടുന്നു കൈപിടിച്ചു നടത്തണേ പാവനരൂപരൂഹ സ്നേഹസ്വരൂപനേ താവകദാസർപ്പഞ്ഞാജന കൈക്കൊള്ളണമേ പാവനരൂപരൂഹ സ്നേഹസ്വരൂപനേ താവകദാസർപ്പഞ്ഞാജന കൈക്കൊള്ളണമേ പിതാവേ, സ്നേഹമുള്ള വൈദികരെ, സന്യസ്തരെ, സഹോദരി സഹോദരന്മാരെ, വേഴപ്ര ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ദിനമാണെന്ന് വേഴപ്ര ഇടവകയിൽ നിന്നും ജോജോ നെല്ലിവേലിൽ തളികസ്ഥാനത്തിലെ കുടുംബത്തിലെ അംഗമായ ജോജോ ഇന്ന് പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് ഉയർത്തപ്പെടുകയാണ്. എല്ലാവർക്കും, പ്രത്യേകിച്ച് അവരുടെ കുടുംബാംഗങ്ങൾക്കും ബന്ധുമിത്രങ്ങൾക്കും എല്ലാവർക്കും ഈ അവസരത്തിൽ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട ഡീക്കൻ ജോജോയ്ക്ക് എല്ലാവിധ ഭാവുകങ്ങളും അഭിനന്ദനങ്ങളും ആശംസകളും നേരുന്നു. രാജകോട്ട് രൂപതയുടെ മെത്രാൻ അഭിനന്ദ ഗ്രിഗറി കരാട്ടാംബ്രെ പിതാവാണെന്ന് പൗരോഹിത്യ പദവിയിലേക്ക് ഉയർത്തുന്നത്. അദ്ദേഹം രാജകോട്ട് രൂപതയുടെ രണ്ടാമത്തെ മെത്രാനായിട്ട് സേവനം ചെയ്ത് ഇപ്പോൾ വിശ്രമത്തിലാണ്. അഭിനന്ദ പിതാവിനെ നമ്മുടെ ഇടവകയുടെ ഈ ദൈവരണത്തിൻ്റെ എല്ലാവരുടെയും പേരിൽ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ വൈദികരെയും സന്യസ്തരെയും സഹോദരി സഹോദരന്മാരെയും എല്ലാവർക്കും പ്രത്യേകമായിട്ടുള്ള സ്വാഗതം ഈ ഇടവകയുടെ പേരിൽ സ്നേഹപൂർവ്വം നേരുന്നു. വൈദിക അർത്ഥിയെ പൗരോഹിത്യ പദവിയിലേക്ക് ഉയർത്തുന്നതിനുള്ള ശുശ്രൂഷകൾ ആരംഭിക്കുമ്പോൾ അദ്ദേഹത്തിന് പുരോഹിത പട്ടം നൽകി ശുശ്രൂഷയ്ക്ക് നിയോഗിക്കുവാനുള്ള അഭ്യർത്ഥന ആർച്ച് ഡീക്കൻ അഭിവന്യ പിതാവിന് സമർപ്പിക്കുകയാണ്. അഭിവന്യ പിതാവെ, വൈദിക പരിശീലനം പൂർത്തിയാക്കി അങ്ങയുടെ മുമ്പിൽ നിൽക്കുന്ന ഈ ശംശാന ജോജോ തെളിസ്ഥാനത്തിന് പുരോഹിത പട്ടം നൽകി സഭയിലെ ശുശ്രൂഷയ്ക്കായി നിയോഗിക്കണമെന്ന് അങ്ങയോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോമിശിഹാ ഈ ദാസിനെ അഭിഷേകം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. സത്യവിശ്വാസം പഠിപ്പിക്കുവാനും സംരക്ഷിക്കുവാനും കടപ്പെട്ടവരാണ് വൈദികർ. ഈ സത്യം അംഗീകരിച്ചുകൊണ്ട് വൈദികാർത്ഥി സഭയുടെ വിശ്വാസം ഏറ്റുപറയുകയാണ്. അതോടൊപ്പം മാർപ്പാപ്പയെയും അഭിവന്യ പിതാവിനെയും അവരുടെ പിൻഗാമികളെയും പൂർണ്ണഹൃദയത്തോടും ഉത്തരവാദിത്വബോധത്തോടും കൂടെ അനുസരിച്ചു കൊള്ളാം എന്ന് വിശുദ്ധ ഗ്രന്ഥം സാക്ഷിയാക്കി പ്രതിജ്ഞ ചെയ്യുകയും ചെയ്യുന്നു. അയോഗ്യനായ ഞാൻ ശംശാന ജോജോ തളികസ്ഥാനം ബഹുമാനപ്പെട്ട മെത്രാൻ ഗ്രിഗറി കത്രോട്ടംബ്രയിൽ പിതാവിൻ്റെ മുമ്പാകെ കത്തോലിക്ക സത്യവിശ്വാസം ഏറ്റുപറയുന്നു. ദൈവത്തിന് സ്തുതി ഉണ്ടായിരിക്കട്ടെ. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിൻ്റെയും സൃഷ്ടാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കും മുമ്പുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ ഏക സത്യമാകുന്നു.
അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി. പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായിൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏക പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്വൈകികവും സാർവത്രികവുമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള ഏക മാമോദീസായും ശരീരത്തിന്റെ ഉയിർപ്പും നിത്യായുസ്സും ഞാൻ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സാധാരണമോ സാർവത്രികമോ ആയ പ്രബോധന അധികാരം വഴിയോ ഔദ്യോഗികമായി തീർപ്പ് കൽപ്പിക്കുന്നത് വഴിയോ തിരുസഭയിലൂടെ ദൈവികമായി വെളിപ്പെട്ടതും നാം വിശ്വസിക്കാൻ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നതുമായ എഴുതപ്പെട്ടതും പാരമ്പര്യത്തിലൂടെ കൈമാറപ്പെട്ടതുമായ ദൈവവചനത്തിൽ ഉൾച്ചേർന്നിരിക്കുന്നവയെല്ലാം ഉറച്ച ബോധ്യത്തോടെ ഞാൻ വിശ്വസിക്കുന്നു. വിശ്വാസവും സന്മാർഗവും സംബന്ധിച്ച് സഭ നിയതമായി നിർദ്ദേശിക്കുന്ന എല്ലാ പ്രബോധനങ്ങളും ഞാൻ ദൃഢമായി സ്വീകരിക്കുന്നു. കൂടാതെ റോമിലെ മാർപ്പാപ്പയോ മെത്രാൻ സംഘമോ ഔദ്യോഗിക പ്രബോധന അധികാരം ഉപയോഗിച്ച് പഠിപ്പിക്കുന്നവ അവർ അവയെ നിയതമായി നിർവചിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിലും അവയോടുള്ള വിശ്വാസപൂർവകമായ വിധേയത്വം പൂർണ്ണമായ അറിവോടും സമ്മതത്തോടും കൂടി ഞാൻ ഏറ്റുപറയുന്നു. പത്രോസിന്റെ പിൻഗാമിയും സാർവത്രിക സഭയുടെ തലവനുമായ മാർപ്പാപ്പയെ പൂർണ്ണ ഹൃദയത്തോടെ അനുസരിച്ചു കൊള്ളാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ഗീവർഗീസ് മെത്രാപ്പോലിത്തയോടും അദ്ദേഹത്തിന്റെ പിൻഗാമികളോടും വിധേയത്വത്തോടുകൂടി വർത്തിച്ചു കൊള്ളാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ഞാൻ പൗരോഹിത്യ ശുശ്രൂഷ നിർവഹിക്കാൻ നിയോഗിക്കപ്പെടുന്ന രൂപതയിലെ മെത്രാനെ പൂർണ്ണ ഹൃദയത്തോടും വിധേയത്വത്തോടും കൂടി അനുസരിച്ചു കൊള്ളാമെന്നും അദ്ദേഹത്തിന്റെ കൽപ്പനകൾ ഒരിക്കലും ലംഘിക്കുകയില്ലെന്നും ഞാൻ ഏറ്റുപറയുന്നു. അത്യുന്നതനായ ദൈവം എന്നെ സഹായിക്കട്ടെ. അവിടുത്തേക്ക് സ്തുതി. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ സുവിശേഷം എനിക്ക് സാക്ഷിയായിരിക്കുകയും ചെയ്യട്ടെ. ആമേൻ. മാമോദീസായിലൂടെ പാപത്തിന് മരിച്ചവരും ഈശോ മിശിഹായിൽ ദൈവത്തിനായി ജീവിക്കേണ്ടവരുമായ വിശ്വാസികളുടെ സമൂഹത്തെ നയിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യേണ്ട വൈദികൻ എല്ലാ പാപമാലിന്യങ്ങളിലും നിന്ന് വിമുക്തനായിരിക്കണം. മുടിമുറിക്കൽ കർമ്മത്തിലൂടെ സൂചിതമാകുന്ന ആത്മവിശുദ്ധീകരണത്തിൻ്റെ പൂർത്തീകരണമായ ഒരുക്ക ശുശ്രൂഷയാണ് പാപഭാരത്തെ മിശിഹ നീക്കിക്കളയുന്നതിൻ്റെ സൂചകമായി നടത്തുന്ന ഈ മുടിമുറിക്കൽ കർമ്മം. നിന്നിലുള്ള പാപഭാരം മുഴുവൻ മിശിഹ നീക്കിക്കളയട്ടെ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗത്തിൽ വാഴും പിതാവാകും ദൈവമേ, നിൻ നാമം സംശുദ്ധമായിടേണം. നിൻ രാജ്യമെന്നെന്നും വന്നിടണം. പാരിൽ പരിശുദ്ധൻ 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 നീ. സ്വർഗ്ഗത്തിൽ വാഴും പിതാവാകും ദൈവമേ, നിൻ നാമം സംശുദ്ധമായിടേണം.
സ്വർഗത്തിൽ വാഴും പിതാവാകും ദൈവമേ, നിൻ നാമം സംശുദ്ധമായിടേണം. നിൻ രാജ്യമെന്നെന്നും വന്നിടണം. പാരിൽ പരിശുദ്ധൻ 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 നീ. സ്വർഗത്തിൽ വാഴും പിതാവാകും ദൈവമേ, നിൻ മഹിമാവെന്നും വാനവരും പിന്നെ മാനവരും പാടും പരിശുദ്ധൻ 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 നീ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പൗരോഹിത്യ പദവി നൽകൽ എന്ന പരിശുദ്ധവും പരിപാവനവുമായ കർമ്മമനുഷ്ഠിക്കുവാൻ തനിക്കുള്ള അയോഗ്യത ഏറ്റുപറഞ്ഞുകൊണ്ട് തന്നെ അതിന് ശക്തനാക്കണമേ എന്ന് അഭിമന്യ പിതാവ് പ്രാർത്ഥിക്കുന്നു. തന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ആധ്യാത്മിക കർമ്മമാണ് ഇത് എന്നും നിർമ്മല ഹൃദയത്തോടും ശുദ്ധമനസാക്ഷിയോടും പുണ്യപ്രവൃത്തികളോടും കൂടി അത് നിർവഹിക്കുവാൻ സഹായിക്കണമെന്നും കാർമ്മികൻ പ്രാർത്ഥിക്കുന്നു. പുരോഹിത പട്ട ശുശ്രൂഷ പരിശുദ്ധാത്മാവിനാൽ നിർവഹിക്കപ്പെടുന്ന പരിപൂർണമാക്കൽ അഥവാ പൂർത്തീകരണ കർമ്മമാണ് എന്ന സൂചനയും ഈ പ്രാർത്ഥനയിൽ ഉണ്ട്. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ അനന്തകാരണത്താൽ ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. അത് പതിച്ചു പോയ ഞങ്ങളെ അങ്ങയുടെ അളവറ്റ കൃപയാ സംധരിക്കണമേ. ആത്മീയ ദാനങ്ങൾ പ്രദാനം ചെയ്യുന്ന ദൈവരഹസ്യങ്ങൾ പരമാർത്ഥ ഹൃദയത്തോടും നിർമ്മല മനസാക്ഷിയോടും കൂടി പരികർമ്മം ചെയ്യുന്നതിനും നീതിയുടെ പ്രവൃത്തികളാൽ അവയെ പൂർണ്ണമാക്കുന്നതിനും അങ്ങയുടെ കാരുണ്യാതിരേകത്താൽ ഞങ്ങളെ യോഗ്യരാക്കണമേ. ആധ്യാത്മിക വരങ്ങളുടെ ദാതാവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ദൈവാലയം കേന്ദ്രമാക്കി ജീവിക്കേണ്ടവനാണ് പുരോഹിതൻ. പൗരോഹിത്യത്തിൻ്റെ ശ്രേഷ്ഠതയെയും മാഹാത്മ്യത്തെയും കുറിച്ച് ധ്യാനിക്കുവാനും ചിന്തിക്കുവാനും പുരോഹിതാർത്ഥിയെയും നമ്മെയും പ്രേരിപ്പിക്കുന്നതാണ് തുടർന്ന് ആലപിക്കപ്പെടുന്ന കീർത്തനം. ദൈവദൂതന്മാർക്ക് പോലും അപ്രാപ്യമായ മഹോന്നത സ്ഥാനമാണ് പുരോഹിതൻ്റെത്. ജെറുസലേം ദേവാലയത്തിലേക്ക് വരുന്ന ഭക്തർക്ക് ആലപിക്കുവാൻ എഴുതിയതാണ് ഇതോടൊപ്പം ആലപിക്കപ്പെടുന്ന 84-ാം സങ്കീർത്തനം. ദീർഘനാൾ കാത്തിരുന്ന ശേഷം കർത്താവിൻ്റെ ഭവനം കാണുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന ഒരു ഭക്തൻ്റെ ഹൃദയ വിചാര വികാരങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഈ സങ്കീർത്തന ഭാഗം. ദൈവം തൻ്റെ ഭക്തരെ കടാക്ഷിച്ച് അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങയുടെ ഭവനം എത്ര മനോഹരമാകുന്നു. കർത്താവിൻ്റെ അങ്കണം കാണുവാൻ എൻ്റെ ആത്മാവ് ആശിച്ചു കാത്തിരുന്നു. എത്ര സമുന്നതം ഇന്നു പുരോഹിത നീ ഭരമേറ്റ വിശിഷ്ട സ്ഥാനം. വിശിഷ്ടസ്ഥാനം ഭീതിതനത്രേ ഗബ്രിയേലെന്നും ശുദ്ധമീഖായേ പരമോന്നതനും. ശുദ്ധമീ
നീ ഭരമേറ്റ വിശിഷ്ട സ്ഥാനം. എങ്കിലുമിന്നു പുരോഹിത നിരയോടവരെ എല്ലാം തുലനം ചെയ്താൽ ദൈവിക ദൂതന്മാരവരണിയും പദവികൾ നിസാരങ്ങൾ എത്ര സമുന്നതം ഇന്നു പുരോഹിത നീ ഭരമേറ്റ വിശിഷ്ട സ്ഥാനം. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങയുടെ ഭവനം എത്ര മനോഹരമാകുന്നു. കർത്താവിന്റെ അങ്കണം കാണുവാൻ എന്റെ ആത്മാവ് ആശിച്ചു കാത്തിരുന്നു. എൻ്റെ ഹൃദയവും ശരീരവും ജീവനുള്ള ദൈവത്തെ പുകഴ്ത്തുന്നു. കുരുവിയും ചങ്ങാലിയും പാർക്കുവാൻ കൂട് കണ്ടെത്തി. പ്രതാപവാനായ കർത്താവേ, അങ്ങയുടെ ബലിപീഠത്തിനരികിൽ അവ കുഞ്ഞുങ്ങളെ വളർത്തുന്നു. എന്റെ രാജാവായ ദൈവമേ, അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവർ എത്ര ഭാഗ്യവാന്മാരാകുന്നു. അവർ എന്നിടവിടാതെ അങ്ങയെ പ്രകീർത്തിച്ചുകൊണ്ടിരിക്കും. അങ്ങയുടെ മാർഗത്തിൽ സഞ്ചരിക്കുന്നവരും അങ്ങയുടെ സഹായം ലഭിച്ചിട്ടുള്ളവരും ഏറ്റവും ഭാഗ്യവാന്മാരാകുന്നു. അവർ കടന്നു പോകുമ്പോൾ വരണ്ട ഭൂമി ജലാശയമായി മാറും. പുതുമഴയാൽ അത് പരിപുഷ്ടമാകുകയും ചെയ്യും. അവരുടെ ശക്തി വർദ്ധിച്ചു വരികയും ദേവന്മാരുടെ ദേവനെ സഹിയോനിൽ അവർ കാണുകയും ചെയ്യും. സൈന്യങ്ങളുടെ കർത്താവായ ദൈവമേ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ. യാക്കോബിന്റെ ദൈവമേ, എന്നെ ചെവിക്കൊള്ളണമേ. രക്ഷകനായ ദൈവമേ, ഞങ്ങളെ കടാക്ഷിക്കണമേ. അങ്ങയുടെ അഭിഷിക്തന്റെ മുഖം അങ്ങ് തൃക്കൺ പാർക്കണമേ. അന്യസ്ഥലത്തായിരുന്ന ദിവസത്തേക്കാൾ അങ്ങയുടെ അങ്കണത്തിൽ ഒരു ദിവസം ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നു. എന്തെന്നാൽ നമ്മുടെ തുണയും രക്ഷയും ദൈവമായ കർത്താവാകുന്നു. അവിടുന്ന് സഹായവും മഹത്വവും നൽകും. പരിശുദ്ധമായി ജീവിക്കുന്നവർക്ക് തന്റെ വരങ്ങൾ നിഷേധിക്കുകയില്ല. പ്രതാപവാനായ ദൈവമേ, അങ്ങിൽ ശരണപ്പെടുന്നവരെല്ലാം ഭാഗ്യവാന്മാരാകുന്നു. എത്ര സമുന്നതം ഇന്നു പുരോഹിത നീ ഭരമേറ്റ വിശിഷ്ട സ്ഥാനം. അഗ്നിമയന്മാർ ദിവ്യാരൂപികളായ അത്ഭുതമാർന്നിടുന്നു. എത്ര സമുന്നതം ഇന്നു പുരോഹിത നീ ഭരമേറ്റ വിശിഷ്ട സ്ഥാനം. കീർത്തിതനത്രേ ഗബ്രിയേലെന്നും ശുദ്ധമീഖായേ പരമോന്നതനും. അവരുടെ സാർത്ഥക നാമം തന്നെ തെളിയിക്കുന്നൊരു സത്യമേതല്ലോ. എത്ര സമന്നതം ഇന്നു പുരോഹിത നീ ഭരമേറ്റ വിശിഷ്ട സ്ഥാനം.
വിശിഷ്ട സ്ഥാനം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങയുടെ ഭവനം എത്ര മനോഹരമാകുന്നു. കർത്താവിൻ്റെ അങ്കണം കാണുവാൻ എൻ്റെ ആത്മാവ് ആശിച്ചു കാത്തിരുന്നു. വരുവിൻ ധരയുടെ ലവണമീതാ, പൗരോഹിത്യം കൈക്കൊള്ളാൻ ഉറകെട്ടോർക്കതു റുഹായിൻ കൃപയാലേ രുചി അരുളുന്നു. ഉറകെട്ടോർക്കതു റുഹായിൻ കൃപയാലേ രുചി അരുളുന്നു. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, പുരാതന കാലത്തും ആധുനിക കാലത്തും അങ്ങയുടെ വിശ്വസ്തദാസന്മാരെ അങ്ങ് ധരിപ്പിച്ച പുരോഹിത വസ്ത്രം അങ്ങയുടെ വിശുദ്ധ ബലിപീഠത്തിൽ നിൽക്കുന്ന ഈ ആരാധകനെ ധരിപ്പിക്കണമേ. രാവും പകലും കറകൂടാതെ അങ്ങേക്ക് സമാധാനം ബലി സമർപ്പിക്കുവാൻ ഈ ദാസനെ ശക്തനാക്കണമേ. ആധ്യാത്മിക വരങ്ങളുടെ ദാതാവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ദൈവത്തിനുള്ള സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെയും നിരന്തര പ്രാർത്ഥനയുടെയും പാപവിമോചനത്തിൻ്റെയും പ്രതീകമാണ് ധൂപാർച്ചന. കുന്തുരുക്കം അഗ്നിയിലെരിഞ്ഞ് ഭസ്മമാകുന്നത് പാപക്കറകൾ തുടച്ചു നീക്കി നമ്മെ ശുദ്ധീകരിക്കുന്നതിൻ്റെ അടയാളമാണ്. പരിശുദ്ധമായ പൗരോഹിത്യത്തിലേക്ക് സ്വയം സമർപ്പിച്ച തൻ്റെ സുതനോട് പാപക്കറകളിൽ നിന്ന് എല്ലാം ഹൃദയത്തെ കഴുകി വിശുദ്ധീകരിക്കുവാൻ തിരുസഭാ മാതാവ് ഉദ്ബോധിപ്പിക്കുന്നു. അങ്ങയുടെ പുരോഹിതന്മാർ നീതിയും വിശുദ്ധന്മാർ മഹത്വവും ധരിക്കും. ശുദ്ധിയുള്ള പുരോഹിതരെ, പാപക്കറകളിൽ നിന്നെല്ലാം നിതരാങ്ങളുടെ ഹൃദയങ്ങൾ കഴുകി വിശുദ്ധി വരുത്തിടുവിൻ. നിങ്ങൾ പാപം ചെയ്യാതിരിക്കുവാൻ ശ്രദ്ധിക്കുവേൻ. ശുദ്ധിയുള്ള പുരോഹിതരെ, പാപക്കറകളിൽ നിന്നെല്ലാം നിതരാങ്ങളുടെ ഹൃദയങ്ങൾ കഴുകി വിശുദ്ധി വരുത്തിടുവിൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ദൈവിക ദൂതന്മാരാകാൻ അർഹതയാർന്ന പുരോഹിതരെ, മലിനതയേറ്റും പാവങ്ങൾ ശ്രദ്ധാപൂർവമകറ്റിടുവിൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. അരൂപികളായ മാലാഖമാരുടെ കടങ്ങളാൽ അത്യധികം പ്രകീർത്തിക്കപ്പെടുന്നവനും ക്രോവന്മാരുടെയും ശ്രാപ്പന്മാരുടെയും സമൂഹങ്ങളാൽ ഇടപെടാതെ സ്തുതിക്കപ്പെടുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ വിനീതമായി യാചിക്കുന്നു. അങ്ങയുടെ അജഗണത്തെ പാടവത്തോടെ പഠിപ്പിച്ചുകൊണ്ട് അങ്ങയുടെ സത്യത്തെ മഹത്വപ്പെടുത്തുവാനും ജീവിത വിശുദ്ധിയുടെ പുരോഹിതന്മാരുടെ ഗണത്തിൽ ഉത്സാഹിയായി എണ്ണപ്പെടുവാനും സ്വർഗീയ സൗഭാഗ്യങ്ങളാൽ അലങ്കൃതനായി നിത്യമാനന്ദിക്കുവാനും വേണ്ടി അങ്ങയുടെ ഈ ദാസൻ തീവ്രമായി ആഗ്രഹിക്കുന്ന പൗരോഹിത്യ പദവി എൻ്റെ കർത്താവ് ഇയാൾക്ക് നൽകണമേ. ആധ്യാത്മിക വരങ്ങളുടെ ദാതാവും
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. സുവിശേഷ പ്രകാശവും ആനന്ദവും ലോകത്തിൽ നിറയ്ക്കുവാൻ വേണ്ടി പൗരോഹിത്യത്തെ തീവ്രമായി അഭിലഷിക്കുന്ന അർത്ഥിയുടെ വികാര വിചാരങ്ങളും അതോടൊപ്പം ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പും അഭിഷേകവും ദൗത്യവും സൂചിപ്പിക്കുന്ന സങ്കീർത്തനവും ഗീതവുമാണ് അടുത്ത കാനോനയിലൂടെ പ്രഘോഷിക്കപ്പെടുന്നത്. ഉന്നത നൃപനായ മിശിഹായുടെ ദിവ്യരഹസ്യങ്ങൾ പരികർമ്മം ചെയ്യുവാൻ വിളിക്കപ്പെട്ട് അഭിഷേകം ചെയ്യപ്പെടുന്ന അർത്ഥിയെ തൻ്റെ ശുശ്രൂഷകൾ നിർവഹിക്കുവാൻ അധികാരവും ശക്തിയും നൽകണമേ എന്ന് യാചിക്കുകയാണ് തുടർന്നുള്ള ഓനീസായിൽ. മാമോദിസ നൽകുക, പരിശുദ്ധ കുർബാനയർപ്പിക്കുക എന്നീ പൗരോഹിത്യ ധർമ്മങ്ങൾ അനുഷ്ഠിക്കുവാനുള്ള വരങ്ങൾ നൽകാനുള്ള യാചനയാണ് ഈ ഗീതം. വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടെ നടത്തേണ്ട പൗരോഹിത്യ ധർമ്മങ്ങളെ അനുസ്മരിപ്പിച്ചുകൊണ്ട് ആർച്ചുരീക്കൻ അർത്ഥിയെ പൗരോഹിത്യ ശുശ്രൂഷാ കർമ്മവേദികളായ ബലിപീഠവും മാമോദീസ തൊട്ടിയും ചുംബിക്കുവാൻ ആനയിക്കുന്നു. കർത്താവേ, അവർ അങ്ങയുടെ മുഖത്തിന്റെ പ്രകാശത്തിൽ നടക്കും, അവർ നിത്യം അങ്ങയുടെ നാമത്തിൽ ആനന്ദിക്കുകയും ചെയ്യും. കൃപനെ വാഴിക്കുന്നവനാ, കൃപനെ നിൻ തിരുരഹസ്യത്തിൻ പരികർമ്മത്തിനു പാപിയതാ ദാസനെ ഗണേ അധികാരം. പുരോഹിതനീശോയേ, നിന്നനുഗാമിയാമിവനെ നിതരാം നിർമ്മലനാക്കുക നീ, പൂജിത പൂജയണ ചിടുവാ. ജീവൻ ഉറവിടമാ ജ്ഞാനസ്നാനം നൽകിടുവാൻ വരമേകുക നിന്ദാസന്നായി. സ്വർഗങ്ങൾ നിന്ദാസൻ സൽകൃത്യത്താൽ പുതുതാക്കി പാരമലങ്കൃതമാക്കിടുവാൻ നാഥാ കൃപ നീ ചൊരിയണമേ. കർത്താവേ, അവർ അങ്ങയുടെ മുഖത്തിന്റെ പ്രകാശത്തിൽ നടക്കും,
അവർ നിത്യം അങ്ങയുടെ നാമത്തിൽ ആനന്ദിക്കും. അങ്ങയുടെ നീതിയാൽ അനുഗ്രഹീതരാവുകയും ചെയ്യും. ഞങ്ങളുടെ ശക്തിയും മഹത്വമാകുന്നാവുന്നു. അങ്ങയുടെ ദിവ്യസഹായത്താൽ ഞങ്ങളുടെ ശക്തി വർദ്ധമാനമാകും. കർത്താവ് നമ്മുടെ ആശ്രയമാകുന്നു. ഇസ്രായേലിന്റെ പരിശുദ്ധൻ നമ്മുടെ രാജാവാകും. അവിടുന്ന് ഒരു ദർശനത്തിൽ തന്റെ വിശുദ്ധരോട് ഇങ്ങനെ അരുളി ചെയ്തു: ഞാനൊരു മനുഷ്യനെ സഹായിച്ചു, ഒരാളെ ഞാൻ തിരഞ്ഞെടുത്തുയർത്തി. എന്റെ ദാസനായ ദാവീദിനെ ഞാൻ കണ്ടെത്തി, വിശുദ്ധതൈലം കൊണ്ട് അവനെ ഞാൻ അഭിഷേകം ചെയ്തു. എന്റെ കരം അവനെ സഹായിച്ചു ശക്തിപ്പെടുത്തി. ശത്രുക്കൾ അവനെ വഞ്ചിക്കുകയോ ദുഷ്ടന്മാർ മർദ്ദിക്കുകയോ ചെയ്തില്ല. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. പുരോഹിതനീശോയേ, ദാസനെ പ്രഭ കാട്ടണമേ. വൈദിക ശുശ്രൂഷാത്മകമാ ധർമ്മം ചിതമായി നിറവേറ്റാൻ കൈവരുമോരോ താലന്തും വർദ്ധിപ്പിക്കാൻ കനിയണമേ. ദിവ്യാനന്ദം ഉയരിടുവാൻ അർഹത നൽകണമിവരെ. കർത്താവേ, അവർ അങ്ങയുടെ മുഖത്തിന് പ്രകാശത്തിൽ നടക്കും. അവർ നിത്യം അങ്ങയുടെ നാമത്തിൽ ആനന്ദിക്കും. പുരോഹിതനീശോയേ, ദാസനെ പ്രഭ കാട്ടണമേ. വൈദിക ശുശ്രൂഷാത്മകമാ ധർമ്മം ചിതമായി നിറവേറ്റാൻ കൈവരുമോരോ താലന്തും വർദ്ധിപ്പിക്കാൻ കനിയണമേ. ദിവ്യാനന്ദം ഉയരിടുവാൻ അർഹത നൽകണമിവരെ. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. നല്ലൊരാശയമത്വനത്താരിൽ വന്നു നിറഞ്ഞു തുളുമ്പിടുന്നു. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. രാജാവിൻ തിരുമുൻപിൽ കീർത്തന മധുവായി ഞാനതൊഴുക്കിയിടട്ടെ. ഏറ്റമനുഗ്രഹമോനിതനാം കവി തൻ തൂലികമോ എന്നാവിപ്പോ. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. താതനും അതുപോൽ സുതനും പരിശുദ്ധാത്മാവിനും സ്തുതിയുയരട്ടെ. ആദ്യം മുതൽക്കേ എന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. പാടിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധമത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈശോമിശിഹായുടെ ജനനം ഇപ്രകാരമായിരുന്നു. അവൻ്റെ അമ്മ മറിയം യോസേപ്പിന് വിവാഹം ചെയ്യപ്പെട്ടവളായിരുന്നു. അവർ സഹവസിക്കുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവിനാൽ അവൾ ഗർഭിണിയായി കാണപ്പെട്ടു. അവളുടെ ഭർത്താവ് യോസേപ്പ് നീതിമാനായിരുന്നു. അവളെ അപഹാസ്യയാക്കാൻ അയാൾക്ക് മനസ്സ് വന്നില്ല.
അയാൾ രഹസ്യത്തിൽ അവളെ വിട്ടുപോകാൻ ആലോചിക്കുകയത്ര ചെയ്തത്. ഇപ്രകാരം ആലോചിച്ചിരിക്കെ കർത്താവിന്റെ ദൂതൻ അയാൾക്ക് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ യോസേപ്പേ, നിന്റെ ഭാര്യയായ മറിയത്തെ സ്വീകരിക്കുവാൻ ശങ്കിക്കേണ്ട. അവളിൽ ഉത്ഭവിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവ് തന്നെയാവുന്നു. അവളൊരു പുത്രനെ പ്രസവിക്കും. നീ അവന് ഈശോ എന്ന് പേരിടണം. എന്നാൽ അവൻ തന്നെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കും. ഇതാ, കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നമ്മുടെ ദൈവം നമ്മോടുകൂടി എന്നർത്ഥമുള്ള അമ്മാനുവേൽ എന്ന് അവന് പേര് വിളിക്കും എന്ന് പ്രവാചകൻ വഴി കർത്താവ് അരുളിച്ചെയ്തിരിക്കുന്നത് നിറവേറ്റുവാൻ വേണ്ടിയാണ് ഇവയൊക്കെ സംഭവിച്ചത്. യോസേപ്പ് ഉറക്കം ഉണർന്ന് കർത്താവിൻ്റെ മാലാഖ കൽപ്പിച്ചതുപോലെ പ്രവർത്തിക്കുകയും തൻ്റെ ഭാര്യയെ സ്വീകരിക്കുകയും ചെയ്തു. അവൾ തൻ്റെ ആദ്യജാതനെ പ്രസവിച്ചു വരെ അയാൾ അവളെ അറിഞ്ഞില്ല. അവൾ അവന് ഈശോ എന്ന പേര് വിളിച്ചു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മിശിഹായിൽ സ്നേഹമുള്ളവരെ, നാം ക്രിസ്മസ് ആഘോഷിച്ചിട്ട് 3-4 ദിവസമേ ആയുള്ളൂ. നമുക്കായി ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നു. ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷപ്രദവും ദൈവാനുഗ്രഹം നിറഞ്ഞതുമായ ഒരു സുദിനമാണ്. കാരണം ഇന്നത്തെ ഈ പവിത്രമായ കർമ്മത്തിലൂടെ നമുക്കായി ഒരു പുരോഹിത ശിശു ജനിക്കുകയാണ്. കർത്താവ് ലോകത്തെ രക്ഷിക്കുവാൻ വേണ്ടി മനുഷ്യനായിട്ട് അവതരിച്ചു. ആ രക്ഷണീയ കർമ്മം അവിടുന്ന് തൻ്റെ പരസ്യ ജീവിതവും പീഡാസഹനവും കുരിശുമരണവും ഉയർപ്പും വഴി നടത്തി നമുക്ക് ഒരു ദൈവിക ജീവൻ നൽകി. മിശിഹ മനുഷ്യനായത് നമ്മെ ദൈവികമാക്കുവാൻ വേണ്ടിയാണ്. ആ രക്ഷണീയ കൃത്യം നൂറ്റാണ്ടുകളിലൂടെ ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും അനുഭവവേദ്യമാക്കി തീർക്കുവാൻ വേണ്ടിയാണ് മിശിഹ സഭയെ സ്ഥാപിച്ചതും പൗരോഹിത്യം സ്ഥാപിച്ചതും മറ്റ് കുദാശകൾ സ്ഥാപിക്കുകയും എല്ലാം ചെയ്തത്. അവയെല്ലാം ഔദ്യോഗികമായി ക്രിസ്തുവിനെ പ്രതിനിധീകരിച്ച് ഔദ്യോഗികമായി ആ രക്ഷണീയ കൃത്യം നിർവഹിക്കുന്നതിന് വേണ്ടിയാണ് സഭയിൽ പുരോഹിതന്മാരെ നിയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ മിശിഹായുടെ ശുശ്രൂഷാപരമായ പൗരോഹിത്യത്തിൽ പങ്കുചേരുകയാണ് ഇന്ന് നമ്മുടെ ഡീക്കൻ ജോജു. നാം എല്ലാവരും മാമോദിസ വഴി മിശിഹായുടെ രാജകീയ പൗരോഹിത്യത്തിൽ പങ്കുചേരുന്നുണ്ട്. അത് ആ പങ്കുചേരൽ വഴി നാം പിതാവായ ദൈവത്തിനും ബലിയർപ്പിക്കുവാനും ആ ബലിയിൽ പങ്കുചേരുവാനും ബലിയർപ്പിക്കുവാനും കുദാശ സ്വീകരിക്കുവാനും നാം യോഗ്യരായിത്തീരുന്നു. എന്നാൽ ഒരു വൈദികൻ ഔദ്യോഗികമായി മിശിഹായുടെ ശുശ്രൂഷാപരമായ പൗരോഹിത്യത്തിൽ പങ്കുചേർന്ന് മിശിഹ മനുഷ്യവർഗത്തിന് ആരായിരുന്നു, അതുപോലെ ഈ 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് മിശിഹായെ ഔദ്യോഗികമായി പ്രതികരിച്ച് അവരെ പഠിപ്പിക്കുവാനും നയിക്കുവാനും വിശുദ്ധീകരിക്കുവാനും വിസ്തബലി അർപ്പിക്കുകയും കുദാശകൾ പരികർമ്മം ചെയ്തും ദൈവനത്തിന് പരികർമ്മം ചെയ്തും അവരെ വിശുദ്ധീകരിക്കുവാൻ വേണ്ടി ഔദ്യോഗികമായിട്ട് നിയോഗിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ് ഒരു വൈദികൻ. അങ്ങനെ മിശിഹായുടെ പൗരോഹിത്യത്തിൽ ശ്രേഷ്ഠമായ ശുശ്രൂഷ പൗരോഹിത്യത്തിലാണ് നമ്മുടെ ഈ ശംശാന ഇന്ന് പങ്കുചേരുന്നത്. ഒരാളുടെ ജീവിതത്തിലെ
ഏറ്റവും വലിയ സന്തോഷപ്രദമായൊരു സുദിനമാണ്. നിങ്ങളെ സംബന്ധിച്ചോ നിങ്ങൾ വിവാഹ ജീവിതത്തിൽ പ്രവേശിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലെ സന്തോഷപ്രദവും നിർണായകമായ ഒരു ദിവസമാണ്. അല്ലെങ്കിൽ സന്യാസിനികൾ അവർ ആദ്യമായി പറഞ്ഞിപ്പ് ചെയ്യുന്ന ദിവസം അവരുടെ ജീവിതത്തെ നിർണായകമായ ഒരു ദിനമാണ്. അതുപോലെ 10-16 കൊല്ലം ഇതിനായി ഒരുങ്ങി ആശിച്ച് കാത്തിരുന്ന ആ സുദിനമാണ് ഡീക്കൻ ജോയുടെ ജീവിതത്തിലെ സുദിനമാണ് ഡീക്കന് ഇന്ന് വന്നിരിക്കുന്നത്. വളരെ ശ്രേഷ്ഠമായ മിശിഹായുടെ പൗരോഹിത്യത്തിൽ ശുശ്രൂഷ പൗരോഹിത്യത്തിൽ പങ്കുചേരുന്നു. അതൊരു വലിയ സമർപ്പണമാണ്. ജീവിതകാലം മുഴുവനുള്ള ഒരു സമർപ്പണം. ദൈവത്തിനും സഭയ്ക്കും ദൈവജനത്തിനുമായിട്ടുള്ള പരിപൂർണമായ ഒരു സമർപ്പണം. അത് വീരോചിതമായ ഒരു സമർപ്പണമാണ്. അതിൽ അദ്ദേഹത്തെ നമുക്ക് അഭിനന്ദിക്കാം. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും നാമത്തിൽ അദ്ദേഹത്തെ ഞാൻ അഭിനന്ദിക്കുകയാണ്. എല്ലാവിധ ഭാവുകങ്ങളും സന്തോഷങ്ങളും ഞാൻ ആശംസിക്കുകയും ചെയ്യുകയാണ്. 2 കാര്യങ്ങളാണ് മിശിഹ തൻ്റെ സ്നേഹിതന്മാരോട് കൃത്യമായിട്ട് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. സുവിശേഷ മൂല്യങ്ങളെല്ലാം ഉണ്ട്, പല കാര്യങ്ങളും ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ 2 കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ചെയ്തേ തീരൂ എന്നുള്ള നിലയിൽ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്ന് വിശ്വകുർബാന സ്ഥാപിച്ചിട്ട് ഇതെന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ എന്ന് കർത്താവ് പറയും. അന്ന് മുതൽ ഇന്ന് വരെ സഭയിൽ എല്ലാ കാലത്തും എല്ലാ ദേവാലയങ്ങളിലും അത് ചെയ്യുന്നുണ്ട്. കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ ഓർമ്മിക്കുവാൻ വേണ്ടി, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ, മിശിഹായുടെ പീഡാസവനും കുരിശുവിനും ഉയർപ്പുമെല്ലാം അനുസ്മരിക്കുന്നതിന് വേണ്ടി ആണ് ഈ ബലി അർപ്പിക്കുന്നത്. അത് ഔദ്യോഗികമായിട്ട് അർപ്പിക്കുന്നതിന് വേണ്ടിയാണ് പുരോഹിതൻ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഒരു പുരോഹിതന്റെ ജീവിതത്തിൽ എന്നും ഈ ബലി അർപ്പിക്കുവാനായിട്ട്, അതും സ്വന്തം കാര്യത്തിന് വേണ്ടിയല്ല, ദൈവജനത്തെ പവിത്രീകരിക്കുവാൻ വിശുദ്ധീകരിക്കുവാൻ വേണ്ടിയാണ്. അത് തീർച്ചയായിട്ടും ചെയ്തേ തീരുക. രണ്ടാമതായി സ്ത്രീഹന്മാരോട് പറഞ്ഞു, സ്വർഗാരോഹണത്തിന് തൊട്ട് മുമ്പായിട്ട് പറഞ്ഞു, നിങ്ങൾ ലോകത്തിന്റെ അതിർത്തികൾ വരെ പോയി സുവിശേഷം പ്രസംഗിച്ച് എല്ലാ ജാതികളെയും ജ്ഞാനസ്നാനപ്പെടുത്തുവിൻ. ഈ ഒരു വലിയ കൽപ്പനയുമാണ് സ്ത്രീഹന്മാരെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഇതിനു വേണ്ടിയാണ് സഭ ജീവിക്കുന്നത്. സഭയുടെ അസ്തിത്വത്തിന്റെ ഉദ്ദേശം ഈ 2 കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയാണ്. ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുക. ഇത് വിശ്വാസ വർഷമാണ്. നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹ AD 52 ഇന്ത്യയിൽ വന്ന്, ഈ കേരളത്തിൽ വന്ന് നമ്മുടെ പിതാക്കന്മാർക്ക് ദൈവരാജ്യത്തിന്റെ സുവിശേഷം നൽകി. അത് അവർ സ്വീകരിച്ച് ജീവിച്ച് അടുത്ത തലമുറയ്ക്ക് കൈമാറി. അത് ഇന്ന് നമ്മുടെ കയ്യിലെത്തി ഇരിക്കുകയാണ്. നമ്മെല്ലാവരും നാം സ്വീകരിച്ച വിശ്വാസം ജീവിച്ച് അടുത്ത തലമുറയ്ക്ക് കൈമാറണം. മാതാപിതാക്കന്മാരായ നിങ്ങൾ അതാണ് നിർവഹിക്കുന്നത്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ ആ വിശ്വാസം പകർന്നു കൊടുക്കുകയാണ്. എന്നാൽ ഔദ്യോഗികമായിട്ട് സഭയിൽ ആ വിശ്വാസം പകർന്നു കൊടുക്കുവാൻ വേണ്ടിയാണ് മിശിഹ പൗരോഹിത്യത്തിൽ സ്ഥാപിച്ചിരിക്കുന്നത്. ആ ഒരു വലിയ കടപ്പാടാണ് ഇന്ന് അച്ഛൻ ഏറ്റെടുക്കുന്നത്. ഈ 2 വലിയ കടപ്പാടുകളുമാണ് ഏറ്റെടുത്തിരിക്കുന്നത്. നമ്മുടെ ജീവിതം വഴി, ജീവിത സാഹചര്യങ്ങൾ വഴി നാം സ്വീകരിച്ച, നാം ജീവിക്കുന്ന വിശ്വാസത്തിന് സാക്ഷ്യം നിൽക്കണം. നമ്മൾ ക്രിസ്തുമസ് ഫാദറിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഒരു റഷ്യൻ ആണെന്നറിയാം. അദ്ദേഹം എന്താ ചെയ്തിരുന്നത്? ഒരു സഞ്ചിയിൽ മൊട്ടായും ഇട്ട്
കാണുന്ന കുട്ടികൾക്കൊക്കെ ഓരോ മിഠായി കൊടുത്തു. ദിസ് ഈസ് എ സ്മോൾ ടോക്കൺ ഓഫ് ഗോഡ്സ് ലവ് എന്നും പറഞ്ഞു. ഇത് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ, കൊച്ചുങ്ങളോടുള്ള സ്നേഹത്തിന്റെ ഒരു ചെറിയ അടയാളമാണ് എന്ന് പറഞ്ഞു. ഇതുപോലെ തന്നെ ഓരോ വൈദികനും അദ്ദേഹത്തിന്റെ ജീവിതവും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും ഒരു ദൈവിക സ്നേഹത്തിന്റെ, മനുഷ്യവർഗത്തോടുള്ള ദൈവ സ്നേഹത്തിന്റെ ചെറിയ അടയാളങ്ങളായിട്ട് കൊടുക്കപ്പെടുന്നു. അങ്ങനെ ദൈവരാജ്യത്തിന്റെ സുവിശേഷം ഒരു വൈദികൻ പ്രസംഗിച്ചേ തീരും. ഈ രണ്ട് വലിയ ദൗത്യങ്ങളാണ് ഒരു വൈദികൻ ഏറ്റെടുക്കുന്നത്. അതുപോലെ തന്നെ ഓരോ ബലിയർപ്പണവും ഒരു വൈദികൻ ആരാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നതാണ്. നമുക്കറിയാം, ഇന്നു മുതൽ അദ്ദേഹത്തെ രാവിലെ കാണുമ്പോൾ അച്ഛാ ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ എന്നാണ് നമ്മൾ എല്ലാവരും പറയുക. പേര് ജോസിന് സ്തുതിയായിരിക്കട്ടെ എന്നല്ല, ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. കാരണം എന്താണ്? ദൈവജനം ഒരു വൈദികനെ കാണുന്നത് മിശിഹായാണ്. കാരണം ഒരു വൈദികൻ ഔദ്യോഗികമായിട്ട് മിശിഹായാണ് പ്രതികരിക്കുന്നത്. അത് ഓരോ വൈദികനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒരു മിശിഹായെ പോലെ ജീവിക്കണം, പരിശുദ്ധമായ ഒരു ജീവിതം ജീവിക്കണം എന്ന് ഓർമ്മിക്കണം. കുർബാനയിലെ കോൺസിക്രേഷൻ വേർഡ്സ്, ഉപദേശവചനങ്ങൾ, അപ്പം എടുത്തു, ആശീർവദിച്ചു, മുറിച്ചു, കൊടുത്തു. അതാണ് ഓരോ വൈദികനും ജീവിക്കാറുണ്ട്. ഇന്ന് ദൈവം അദ്ദേഹത്തെ തിരഞ്ഞെടുത്ത് ഈ കുദാശയിലൂടെ ആശീർവദിക്കപ്പെട്ട് ഇനി ആശീർവദിക്കപ്പെട്ട ജീവിതം ജീവിക്കണം. എന്തിനു വേണ്ടിയാണ്? ദൈവജനത്തിന് വേണ്ടി മുറിക്കപ്പെടുവാനും കൊടുക്കപ്പെടുവാനും വേണ്ടി. അങ്ങനെ ഈ ഓരോ ബലിയർപ്പണവും ഓരോ വൈദികനെയും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആശീർവദിക്കപ്പെട്ട ജീവിതം ജീവിക്കണം, മുറിക്കപ്പെടുകയും കൊടുക്കപ്പെടുകയും ചെയ്യണം. അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇന്ന് വളരെ സന്തോഷത്തോടെ പട്ടം സ്വീകരിക്കും, നമ്മൾ ആഘോഷമായിട്ട് പട്ടം കൊടുക്കും. പക്ഷേ ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ ജീവിതമാണ്. മുറിക്കപ്പെടുന്ന ദിവസങ്ങൾ ഇനി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഓർക്കണം, തൻ്റെ ജീവിതം മുഴുവനും മിശിഹായിക്കും സഭയ്ക്കും ദൈവജനത്തിനും വേണ്ടി മുറിക്കപ്പെടുവാൻ കൊടുത്തിരിക്കുന്നതാണ് എന്നുള്ള കർത്താവ് മുറിക്കപ്പെടുവാനായിട്ട് ഈ ലോകത്തിലേക്ക് വന്നു, മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി. ഒരു വൈദികനും മുറിക്കപ്പെടുവാൻ വേണ്ടിയാണ് വൈദികനായിത്തീരുന്നത്. ദൈവജനത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി മുറിക്കപ്പെടുവാനാണ്. ഈ ഒരു ബോധ്യം മുറിക്കപ്പെടുമ്പോൾ ഉണ്ടാകണം. അപ്പോൾ നാം ഈ പൗരോഹിത്യ പട്ട സ്വീകരണത്തിൽ ചെയ്യുന്ന ആ സമർപ്പണം ജീവിക്കുന്നതിനുള്ള ശക്തി ലഭിക്കും. കർത്താവ് സ്ത്രീയന്മാരോട് പറഞ്ഞു, പെന്തക്കോസ്തായിക്ക് വരെ 10 ദിവസം നിങ്ങൾ അവിടെ താമസിക്കണം, മുകളിൽ നിങ്ങൾക്ക് ശക്തി ലഭിക്കും. അതുപോലെ മുകളിൽ നിന്ന് ഒരു വൈദികന് ശക്തി ലഭിക്കണം താൻ ചെയ്ത സമർപ്പണം ജീവിക്കുന്നതിന്. ദൈവജനത്തിന് പ്രയോജനപ്രദവും അദ്ദേഹത്തിന് സന്തോഷപ്രദമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. നിങ്ങളെല്ലാവരും അതിനായി പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു. ഇവിടെ ഈ പട്ടം കൊടുക്കൽ ശുശ്രൂഷയ്ക്ക് എല്ലാ ഭംഗിയായി ഒരുക്കിയിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ഞാൻ അനുമോദിക്കുന്നു. ഇനിയും കൂടുതൽ ദൈവവിളികൾ, പ്രത്യേകിച്ചും അദ്ദേഹം രാജ്കോട്ട് മിഷന് വേണ്ടിയാണ് ഇന്ന് വൈദികനായി തീർന്നിരിക്കുന്നത്. ഇനിയും കൂടുതൽ ദൈവവിളികൾ കേരളത്തിൽ നിന്നും, ഇത് സീറോ മലബാർ സഭയുടെ മദർ ചർച്ചാണ്. ഇവിടെ നിന്നും നമുക്ക് 10-16 മിഷൻ രൂപതകളുണ്ട്. അവയിലേക്ക് കൂടുതൽ ഇടയന്മാരെ ആവശ്യമുണ്ട്, വൈദികരെയും സിസ്റ്റേഴ്സിനെയും ആവശ്യമുണ്ട്. കൂടുതൽ ദൈവവിളികൾ മിഷനിലേക്ക് ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. എല്ലാവർക്കും പുതുവത്സരത്തിൻ്റെ മംഗളങ്ങൾ ഞാൻ ആശംസിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവേ
ദാസന്മാരുടെ കണ്ണുകൾ നാഥന്റെ പക്കലേക്ക് എന്ന പോലെയും ദാസിയുടെ കണ്ണുകൾ നാഥയുടെ നേർക്കെന്ന പോലെയും ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അതുവരെ ഞങ്ങളുടെ ദൃഷ്ടികൾ അങ്ങയെ തന്നെ നോക്കിയിരിക്കും. കർത്താവേ, ഞങ്ങളോട് കടന്നു വന്നണമേ. ഞങ്ങൾ അപമാനം സഹിച്ചു മടുത്തു. ആക്ഷേപകരുടെ പരിഹാസവും അഹങ്കാരികളുടെ നിന്ദനവും കൊണ്ട് ഞങ്ങളുടെ ആത്മാവ് തളർന്നു. ശുശ്രൂഷകനിൽ നിൻ കൃപയെന്നും ചൊരിയണമേ. ശുശ്രൂഷ
കൈവയ്പ ശുശ്രൂഷ വഴി പുരോഹിതന്റെ അന്തരാത്മാവ് ദൈവിക പ്രകാശം ലഭിക്കുന്ന നൈർമല്യവും ശോഭയും കൈവരിക്കുന്നു. ദൈവിക ശോഭ പ്രതിഫലിക്കുന്ന തിളങ്ങുന്ന മാണിക്യം പോലെ പൗരോഹിത്യ പ്രഭ കൊണ്ട് നിർമ്മലരായ ആത്മാക്കളെ ദൈവിക ചൈതന്യത്താൽ പ്രകാശിപ്പിക്കുവാനും ചാരിത്രലയത്തിന്റെ വിശുദ്ധിയാൽ ഒരുക്കമുള്ള ആത്മാക്കളെ ദൈവിക ദീപങ്ങളാക്കി ഉജ്ജ്വലിപ്പിക്കുവാനും ലോകത്തിൽ സത്യത്തിന്റെയും നന്മയുടെയും വിശുദ്ധിയുടെയും കതിരുകൾ അധികാരപൂർവ്വം ചൊരിയുവാനും കൃപയേകുന്നതാണ് പൗരോഹിത്യം. പൗരോഹിത്യ കർമ്മങ്ങൾ ശ്രദ്ധാപൂർവം നിർവഹിക്കുവാനും ദിവ്യ കർമ്മങ്ങൾ വിശുദ്ധിയോടെ അനുഷ്ഠിക്കുവാനുമുള്ള വരം വൈദിക അർത്ഥിക്ക് നൽകണമേ എന്ന് അഭിമന്യ പിതാവ് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവിതാന്തത്തെ തീവ്രമായി ആഗ്രഹിക്കുന്ന ഈ ആരാധനയുടെ മേൽ അങ്ങയുടെ സമർത്ഥമായ കൃപയും ദാനമായ കരുണയും ആവശ്യിക്കണമേ. അങ്ങയുടെ വ്യക്തിഗത ജീവിതത്തിൽ ശുശ്രൂഷിക്കുവാൻ യാത്രയണമേ. വിശ്വസിവായ രക്ഷയുടെ അങ്ങയുടെ സുധീര സൽക്കരിക്കുവാൻ ഇയാളെ പ്രാപ്തനാക്കണമേ. സജീവവും ജീവിതായികമായ അങ്ങയുടെ കാര്യങ്ങളെ അങ്ങയുടെ അത്ഭുതം അറിയിക്കുവാൻ ഇവനെ ശക്തനാക്കണമേ. ആദ്യാത്മാവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. പൗരോഹിത്യത്തിന്റെ ഉന്നത പദവി ഈ ദാസന് നൽകുവാൻ പരിശുദ്ധാത്മാവെ വേഗം പറന്നിറങ്ങണമേ എന്ന പ്രാർത്ഥനാ ഗാനമാണ് ഇനി ആലപിക്കുന്നത്. ശുശ്രൂഷ പൗരോഹിത്യത്തിലേക്ക് ഒരാളെ ഉയർത്തുക സഭയെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനകരമായ മഹത് സംഭവമാണ്. ഗുരുപദത്തിനായി സമർപ്പിച്ചിരിക്കുന്ന ഈ സഹോദരന് താൻ ഏറ്റെടുക്കുന്ന കർത്തവ്യങ്ങൾ വിശ്വസ്തയോടെ അനുഷ്ഠിക്കുന്നതിനുള്ള അനുഗ്രഹം നൽകണമേ എന്ന് അഭിമന്യ പിതാവിനോട് ചേർന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ശിഷ്യഗണത്തിന്മേ വന്നു നിറഞ്ഞു വസിച്ചവനാ ആരാധകരിലിറങ്ങട്ടെ. തിരുസഭയെ നയിച്ചിടുവാൻ നിൻ സുവിശേഷം നൽകിടുവാൻ ദുഃഖിതരെ പരിരക്ഷിപ്പാൻ വരമെന്നരുളുക ദാസനായി. പുതിയൊരു ജീവൻ പുൽകാനായി കൊതു നിന്നിൽ മുന്നും ജനമതിരേകേദാസൻ ജീവജലം മാമോദീസ. Thank you.
അർപ്പിക്കാനും സ്നേഹത്തിൻ ബലിയാനും ജനത മരുളുക ദാസനായി അംശവതിയും അധികാര ചിഹ്നങ്ങളും അണിഞ്ഞ അഭിനന്ദി പിതാവിന്റെ മുമ്പിൽ പുരോഹിതാർത്ഥി രണ്ട് മുട്ടുകളും കൊത്തി കൈകൾ യാചനാരൂപത്തിൽ ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്നു. ദൈവിക കൃപയുടെ രണ്ടു ദാനങ്ങൾ സ്വീകരിക്കുന്നു എന്ന് കാണിക്കാനാണ് രണ്ട് മുട്ടുകൾ കൊത്തുന്നത്. ബലി അർപ്പിക്കുക, പാപവിമോചകമായ ബാപ്തിസം നൽകുക എന്നീ പുരോഹിത കർത്തവ്യങ്ങളെയാണ് രണ്ട് നാണയങ്ങൾ സൂചിപ്പിക്കുക. കരങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത് പരിശുദ്ധാത്മാവിനെ വിളിക്കുവാനും ആശീർവാദം നൽകുവാനും ആധ്യാത്മിക സന്താനങ്ങളെ ജനിപ്പിച്ച് അവരെ ദിവ്യ ഭോജനം കൊണ്ട് തോച്ചുവാനും കർത്താവിൽ നിന്ന് അനുമതിയും അധികാരവും കൃപാവരവും ലഭിക്കുന്നു എന്ന് കാണിക്കുവാനുമാണ്. ഈ ഔദ്യോഗിക ശുശ്രൂഷകൾ നിർവഹിക്കുവാൻ തനിക്കുള്ള അയോഗ്യതകൾ ഏറ്റുപറഞ്ഞുകൊണ്ട് അഭിനന്ദി പിതാവ് തന്നെ മേൽ തന്നെ ദൈവത്തിന്റെ കൃപ ലഭിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിന്റെ സംരക്ഷണത്തോടും പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടും കൂടി എപ്പോഴും നമ്മോടൊത്തുണ്ടായിരിക്കട്ടെ. വ്യക്തിപരമായ ശുശ്രൂഷ ബലഹീനമായ കരങ്ങൾ വഴി നമ്മുടെ രക്ഷയ്ക്കായി ഒന്ന് പൂർത്തിയാക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ശുശ്രൂഷയ്ക്ക് പ്രധാനമായും രണ്ട് കൈവയ്പ് പ്രാർത്ഥനകളാണ് ഉള്ളത്. അതിൽ ആദ്യത്തേതാണ് ഇപ്പോൾ നടക്കുക. കാർമികനടുത്തുമായി യാചനാരൂപത്തിൽ നീട്ടിപ്പിടിക്കുന്നു. പരിശുദ്ധാത്മാവെ ഉന്നതങ്ങളിൽ നിന്ന് എഴുന്നള്ളി വരണമേ എന്ന യാചനയാണ് ഇത് സൂചിപ്പിക്കുക. വലതുതരം പട്ടം സ്വീകരിക്കുന്ന ആളിന്റെ മേൽ ഉയർത്തിപ്പിടിക്കുന്നു. സത്യാത്മാവ് ദൈവിക ദാനങ്ങൾ ഇയാളുടെ മേൽ ചൊല്ലിയട്ടെ എന്നാണ് ഇതിന്റെ അർത്ഥം. തനിക്ക് ലഭിച്ചിരിക്കുന്ന സൈനിക അധികാരം ഉപയോഗിച്ച് സഭയിൽ വൈദികനാകുവാൻ താൻ സമർപ്പിക്കുന്ന വ്യക്തിയെ പരിശുദ്ധാത്മാവിന്റെ ആവാസത്താലും ദൈവത്തിന്റെ അനുഗ്രഹത്താലും കാരുണ്യത്താലും പൗരോഹിത്യ ശുശ്രൂഷയുടെ ദോഹരണത്തിന് പരിപൂർണനാക്കണമേ എന്ന് അഭിമന്യ പിതാവ് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് പട്ടം സ്വീകരിക്കുന്ന ആളിന്റെ നെറ്റി മുതൽ പുറകോട്ടും വലത്തു നിന്ന് ഇടത്തോട്ടും ഘോഷണം ചെയ്യുന്നു. ദൈവത്തിന്റെ അനന്ത സ്നേഹം അത്ഭുതം പ്രവർത്തിക്കുന്ന ഈ മഹനീയ നിമിഷങ്ങളിൽ നമുക്ക് ഭക്തിയാദരവുകളോടെ പ്രാർത്ഥിക്കാം. നല്ലവനായ ഞങ്ങളുടെ ദൈവമേ, കൃപാവണനായ ഞങ്ങളുടെ പിതാവേ, രാജാവേ, അവനിനായ ഞങ്ങളുടെ കാരണത്താലും വിശ്വസതയിൽ ദൈവികാനന്ദ മധ്യസ്ഥനായ എന്നെ നിയോഗിച്ചിരിക്കുന്നു. ഇത് അങ്ങയുടെ ശുശ്രൂഷകൾക്ക് ആധ്യാത്മിക ശുശ്രൂഷ നാണയങ്ങൾ അങ്ങയുടെ നാമത്തിൽ ഞാൻ നൽകുന്നതിന് വേണ്ടിയാണല്ലോ. കർത്താവേ, വഴി ഞങ്ങൾക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന സ്നേഹ പാരമ്പര്യം അനുസരിച്ച് അങ്ങയുടെ സമീപിച്ചിരിക്കുന്ന ഗുരുവിനെ തീരുവാൻ ഈ ദാസൻ ആന്റണി മാർട്ടിനെ അങ്ങയുടെ തിരുമുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ കൃപാവരം ഇയാളുടെ മേൽ ഇറങ്ങി വന്ന് അങ്ങയുടെ അംഗീകാരത്താലും ഇയാൾക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ശിശുക്കളായി ഇയാളെ പരിപൂർണനാക്കട്ടെ. അങ്ങേക്കും അങ്ങനെ പ്രിയപ്പെട്ടതും പരിശുദ്ധാത്മാവിന്റെ സ്തുതിയും ബഹുമാനവും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ശുശ്രൂഷയിലെ രണ്ടാമത്തെ കൈവയ്പ് പ്രാർത്ഥനയാണ് ഇനി നടത്തുന്നത്.
തിരുസഭയിൽ വിശുദ്ധരുടെ തികവിനും ശുശ്രൂഷയുടെ നിർവഹണത്തിനും സഭാതന്ത്രത്തിന്റെ രൂപീകരണത്തിനും ദീർഘദർശികളെയും പ്രവാചകരെയും ഉപദേഷ്ടാക്കളെയും സ്ഥാപിച്ചതുപോലെ സത്യവചനം പ്രസംഗിക്കുവാനും രോഗികളുടെ കൈവച്ച് അവരെ സുഖപ്പെടുത്തുവാനും സഭയിൽ കൃതജ്ഞതയുടെയും സ്തുതിയുടെയും ബലികൾ സമർപ്പിച്ച് വിശുദ്ധ മണ്ഡപത്തിൽ ശുശ്രൂഷ ചെയ്യുവാനും മാമോദിസത്വത്തെ ആശീർവദിക്കുവാനും ദൈവജനത്തിന് പാപമോചനം നൽകുവാനും സഭയിൽ സന്താനങ്ങളെ പുണ്യപ്രവൃത്തികൾ കൊണ്ട് അനുഗ്രഹിക്കുന്നതിനും അധികാരം നൽകണമേ എന്ന പരിശുദ്ധാത്മാവിനോട് ഈ സഹോദരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് മെത്രാന്മാർക്കുള്ള സൈനിക അധികാരം ഉപയോഗിച്ച് സഭയിൽ വൈദികനാകുവാൻ വൈദിക പാർട്ടിയെ അഭിവൃദ്ധി പിതാവ് ഘോഷണ ചെയ്ത് സമർപ്പിക്കുന്നു. ദൈവവചനം പ്രസംഗിക്കുവാനും പഠിപ്പിക്കുവാനും അധികാരപ്പെടുത്തുന്നതാണ് പൗരോഹിത്യം. ഇത് സൂചിപ്പിക്കുവാൻ പിതാവ് നവവൈദികനാണ് വിശുദ്ധ ഗ്രന്ഥം നൽകുന്നു. തുടർന്ന് നവവൈദികരോട് തനിക്കുള്ള സ്നേഹവും വാത്സല്യവും പ്രകടമാക്കുവാൻ അഭിമന്യ പിതാവ് അദ്ദേഹത്തിന്റെ ശിരസിൽ ചുംബിക്കുന്നു. വഴിയും സത്യവും ജീവിതമാണ് സുവിശേഷത്തിലെ ഈശോയുടെ ശക്തിയും ഈശോയുടെ സുവിശേഷത്തിന്റെ ജീവിതവുമായിരിക്കട്ടെ.
പുരോഹിതനായി അന്തോണി മന്ത്രായി സ്ഥാനം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്നേക്കുമായി വേർതിരിക്കപ്പെടുകയും വിശദീകരിക്കപ്പെടുകയും പ്രവർത്തിക്കപ്പെടുകയും ഉടനാക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. ദൈവത്തിന്റെ അനന്ത സ്നേഹത്തിൽ ദൈവജനത്തെ നയിക്കുന്നതിലും വിശുദ്ധീകരിക്കുന്നതിലുമായി നമ്മുടെ ഇടയിൽ നിന്നും ഒരാൾ ശുശ്രൂഷ പൗരോഹിത്യത്തിലേക്ക് ഉയർത്തപ്പെട്ടിരിക്കുകയാണ്. ദൈവം കാണിച്ച ഈ അതിരക്ത സ്നേഹത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കുകയും ഈ മഹാദാനം സ്വീകരിച്ച വ്യക്തിയിൽ ദൈവാനുഗ്രഹം നിരന്തരം വർഷിക്കണമേ എന്ന് അപേക്ഷിക്കുകയുമാണ് തുടർന്ന് വരുന്ന പ്രാർത്ഥനകളിലൂടെ. സർക്കാത്മിക നാണയമാ ദാസർക്കാത്മിക നാണയമാ കക്രാമൽകിയ മിശിഹായേ നിന്തുണ ചിന്തുക നിന്ദാനം കൈക്കൊണ്ടവനാ ദാസനിൽ നീ ദാസർക്കാത്മിക നാണയമാ. കർത്താവിനെ ആത്മാത്മായി വിളിക്കുന്നവർക്ക് അവിടുത്തെ സാമീപ്യം ലഭിക്കും. തന്റെ ഭക്തന്മാരുടെ ആവശ്യം അവിടുന്ന് സാധിച്ചു കൊടുക്കും. അവരുടെ പ്രാർത്ഥനകൾ കേട്ട് അവരെ രക്ഷിക്കുകയും ചെയ്യും. തന്നെ സ്നേഹിക്കുന്നവരെ എല്ലാം കർത്താവ് പരിപാലിക്കും, ദുഷ്ടരെ എല്ലാം നശിപ്പിക്കുകയും ചെയ്യും. എന്റെ അധരങ്ങൾ കർത്താവിനെ സ്തുതിക്കും. ജീവജാലങ്ങൾ എന്നെന്നും അവിടുത്തെ തിരുനാമം പ്രകീർത്തിക്കും. ദാസർക്കാത്മിക നാണയമാ ദാസർക്കാത്മിക നാണയമാ കക്രാമൽകിയ മിശിഹായേ നിന്തുണ ചിന്തുക നിന്ദാനം കൈക്കൊണ്ടവനാ ദാസനിൽ നീ ദാസർക്കാത്മിക നാണയമാ. ഈ ഗാനം ആലപിക്കുന്ന സമയത്ത് അർക്കദിയാക്കോനാൽ ആനയിക്കപ്പെട്ട് നവവൈദികൻ ആദ്യം ബലിപീഠത്തിൻ്റെ വലതുവശവും പിന്നീട് ഇടതുവശവും ചുംബിക്കുകയും തുടർന്ന് അഭിമന്യ പിതാവിൻ്റെ മുൻപിൽ മുട്ടുകുത്തി അദ്ദേഹത്തിൻ്റെ കൈമുത്തുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ ചരിക്കും ശക്തിയിലും ബുദ്ധിയിലും രക്ഷകനാം മിശിഹായേ കനിവോടു ഞങ്ങളുടെ ദിനകൃത്യങ്ങൾ നിയന്ത്രിപ്പൂ രക്ഷകനാം മിശിഹായേ കർത്താവിനെ ആത്മാവായി വിളിക്കുന്നവർക്ക് അവിടുത്തെ സാമീപ്യം ലഭിക്കും.
ഞങ്ങൾ നിന്നെ വിളിക്കുന്നു നാഥാ കൃപയും അനുഗ്രഹവും ഭണ്ഡാരം നീ നിറവിൽ ലോകമിഴാതെ ഒഴിഞ്ഞാലും ഞങ്ങൾ നിന്നെ വിളിക്കുന്നു. ഞങ്ങൾക്കറിയാമഖിലേശ നീതാൻ പാപവിമോചകനും ആകാശയനും ഞങ്ങൾ നിന്നെ വിളിക്കുന്നു. തന്റെ ശുശ്രൂഷയ്ക്കായി നിന്നെ സ്വീകരിച്ച നീതി സേവനത്തിനായി നിന്നെ പരിപൂർണ്ണനാകട്ടെ. ഇന്നത്തെ തിരുക്കർമ്മങ്ങളിൽ ഏറെ ലളിതമെങ്കിലും ആനന്ദകരമായ ഒരു രംഗത്തിന് നാം ഇപ്പോൾ സാക്ഷികളാവുകയാണ്. ഇന്നത്തെ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്ത വൈദിക ഗണം മുഴുവൻ തങ്ങളുടെ സമൂഹത്തിലേക്ക് പുതുതായി ചേർക്കപ്പെട്ട നവ അഭിഷിക്തനെ സ്നേഹത്തിന്റെയും സഹകരണത്തിന്റെയും പ്രതീകമായ ചുംബനം നൽകി അനുമോദിക്കുകയും ആശംസകൾ നേരുകയും ചെയ്യുന്നു. ബഹുമാനപ്പെട്ട അച്ഛന്മാര് ദേവാലയത്തിന്റെ ഹൈക്കലയിലൂടെ മധുബഹായുടെ കവാടത്തിങ്കലെത്തി നവവൈദികന് ആശംസകൾ അർപ്പിച്ച ശേഷം സങ്കീർത്തിയിലൂടെ പുറത്തേക്ക് നീങ്ങേണ്ടതാണ്. സ്നേഹസ്വരൂപ നവദർശനം ഈ ദാസരിൽ ഏകിടൂ. സ്നേഹസ്വരൂപ നവദർശനം ഈ ദാസരിൽ ഏകിടൂ. പരിമളമിയലാൻ ജീവിതമലരിൽ അനുഗ്രഹവർഷം ചൊരിയണമേ ചൊരിയണമേ. സ്നേഹസ്വരൂപ തവ ദർശനം ഈ ദാസരിൽ ഏകിടൂ. മലിനമായ ഈ മൺകുടമങ്ങേ തിരുപാദ സന്നിധി. മലിനമായ ഈ മൺകുടമങ്ങേ തിരുപാദ സന്നിധിയിൽ അർച്ചന ചെയ്തിടും ദാസരിൽ നാഥ കൃപയേകിടൂ കൃപയേകിടൂ. കൃത്തിൻ മാലിന്യം നീക്കിടു നീ. സ്നേഹസ്വരൂപ തവ ദർശനം ഈ ദാസരിൽ ഏകിടൂ. മരുഭൂമിയാ ഈ മാനസം തന്നിൽ നിൻകേ
ഗേഹം തീർത്തിടുക. മരുഭൂമിയാ ഈ മാനസം തന്നിൽ നിൻ ഗേഹം തീർത്തിടുക. നിറഞ്ഞിടുകെന്നിൽ എൻ പ്രിയനാഥ, പോകരുതേ പോകരുതേ, നിന്നിൽ ഞാനെന്നും ലയിച്ചിടട്ടെ. സ്നേഹസ്വരൂപ തവ ദർശനം ഈ ദാസരിൽ ഏകിടൂ. പരിമളമിയല ജീവിതമലരിൽ അനുഗ്രഹവർഷം ചൊരിയേണമേ ചൊരിയേണമേ. സ്നേഹസ്വരൂപ തവ ദർശനം ഈ ദാസരിൽ ഏകിടൂ. സ്നേഹസ്വരൂപ തവ ദർശനം ഈ ദാസരിൽ ഏകിടൂ. പരിമളമിയലാൽ ജീവിതമലരിൽ അനുഗ്രഹവർഷം ചൊരിയേണമേ ചൊരിയേണമേ. പട്ടം നൽകൽ ശുശ്രൂഷയുടെ സമാപന പ്രാർത്ഥനകളിലേക്ക് നാം നീങ്ങുകയാണ്. ഇന്നത്തെ ദിവസം നമ്മുടെ ഇടവകയ്ക്ക് ഏറെ അനുഗ്രഹപ്രദമായ ദിവസമാണ്. 20 വർഷങ്ങൾ നീണ്ട വൈദിക പരിശീലനത്തിന് ശേഷം നമുക്കെല്ലാവർക്കും ഏറെ പ്രിയങ്കരനായ ജോജോ, ബഹുമാനപ്പെട്ട ആന്തോനി ശമാശൻ, ഇന്ന് അഭിവന്യ ഗ്രിഗറി കരോട്ടൻ പിതാവിന്റെ കൈവപ്പ് ശുശ്രൂഷയിലൂടെ പുരോഹിതനായി അഭിഷേകം സ്വീകരിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന് അനുമോദനങ്ങൾ നേരുന്നതോടൊപ്പം അദ്ദേഹത്തിന്റെ ശുശ്രൂഷയുടെ കർമ്മവീഥികളിൽ അത്ഭുതകരമായ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. ഏറ്റെടുത്ത് നടത്തുന്ന ജോലികളൊക്കെ ദൈവാനുഗ്രഹപ്രദമായി പൂർത്തിയാക്കാൻ കഴിയട്ടെ എന്ന് നമുക്ക് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. പട്ടം നൽകൽ ശുശ്രൂഷയുടെ സമാപന പ്രാർത്ഥനകളാണ് ഇനി നടക്കുക. പരിശുദ്ധ കന്യകാ മറിയത്തിന്റെയും ക്രിസ്തുവിന് സാക്ഷ്യം വഹിച്ച സ്ലീഹന്മാരുടെയും പ്രത്യേകമായി നമ്മുടെ പിതാവ് മാർ തോമാസ് സ്ലീഹായുടെയും പൗരസ്ത്യ പിതാക്കന്മാരും വേദസാക്ഷികളുമായ സകല വിശുദ്ധരുടെയും പ്രാർത്ഥനാ സഹായം നവാഭിഷിക്തന് ലഭിക്കുമാറാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ കർത്താവായ ദൈവമേ, സ്വർഗവാസികളിൽ നിന്ന് സ്തുതിയും ഭൂവാസികളിൽ നിന്ന് പുകഴ്ചയും ആകാശത്തിൻ ഭൂമിയിലും ഞങ്ങൾ സൃഷ്ടിച്ച എല്ലാറ്റിൽ നിന്ന് ആരാധനയും മഹത്വവും അങ്ങേക്കുണ്ടാകട്ടെ. ഞങ്ങളുടെ ആയുസ്സിന് കാരണം പൊതിന് ഞങ്ങളുടെ വംശത്തെ സമ്പന്നനാക്കുന്നവനും അങ്ങൊന്നാവുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര. പരിശുദ്ധാത്മാവിനും സ്തുതി.
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, 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 സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വം ഭൂമിയിൽ നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, ഘോഷിക്കുന്നു. കർത്താവേ, സകല വിശുദ്ധരുടെ അപേക്ഷകളാൽ സകല നന്മയും കൃപയും നിറഞ്ഞ അങ്ങയുടെ വിശുദ്ധ ഭവനത്തിൽ നിന്ന് അങ്ങയുടെ അനുഗ്രഹങ്ങളുടെയും കാരുണ്യത്തിൻ്റെയും സഹായവും ആരാധ്യമായ ത്രിത്വത്തിൻ്റെ നിഗൂഢവും സ്തുത്യർഹവുമായ ശക്തിയും അങ്ങയുടെ ബലഹീനരായ ആരാധകരുടെ മേൽ ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. കർത്താവേ, അനുഗ്രഹിക്കണമേ. കർത്താവേ, വിജയശ്രീലാളിതമായ കുരിശിന്റെ ശക്തിയും ദിവ്യ സഹായവും ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. പരിശുദ്ധ കന്യകയും അനുഗ്രഹീത മാതാവും കൃപാവരപൂർണയും ഭാഗ്യവതിയുമായ മറിയത്തിന്റെ പ്രാർത്ഥനയും നീതിമാനായ മാർയോസേപ്പിന്റെയും യോഹന്നാൻ മാംധാനയുടെ അപേക്ഷയും എപ്പോഴും ഞങ്ങൾക്ക് സഹായകമായിരിക്കട്ടെ. പിതാവും പരിശുദ്ധമായ സർവേശ്വരായ എന്നേക്കും. ശ്രീഹന്മാരുടെയും സുവിശേഷകന്മാരുടെയും പ്രാർത്ഥനകളും സൃഷ്ടിയിൽ സമാധാനം വിതയ്ക്കുന്നവരുടെയും നീതിയുടെയും വിശുദ്ധിയുടെയും ഘോഷനായ വിശുദ്ധയുടെയും യാതനകളും നിരന്തരം നമ്മോടുകൂടി ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എന്നും സംരക്ഷിക്കപ്പെടട്ടെ. തന്റെ എനിക്ക് സാധിക്കട്ടെ. അവിടുത്തെ ഇന്നത്തെ എല്ലാവരെയും ഇപ്പോഴും എപ്പോഴും തന്നെ ശുശ്രൂഷ പൗരോഹിത്യത്തിലേക്ക് ഉയർത്തിയ അഭിമന്യ പിതാവിനോട് തനിക്കുള്ള സ്നേഹവും നന്ദിയും പ്രകടമാക്കുവാൻ നവവൈദികൻ അഭിമന്യ പിതാവിന് കത്തിച്ച തിരി നൽകുന്നു. സ്വയം കത്തിയെരിഞ്ഞ് മറ്റുള്ളവർക്ക് പ്രകാശം നൽകുന്ന ഈ തിരി പോലെ ദൈവജനത്തിന് സേവനം ചെയ്യാനുള്ള തൻ്റെ സന്നദ്ധത പ്രകടമാക്കുകയാണ് ഇതിലൂടെ. പട്ടം നൽകൽ ശുശ്രൂഷയുടെ തിരുക്കർമ്മം ഇവിടെ പൂർത്തിയാവുകയാണ്. നവ അഭിഷിക്തൻ അഭിമന്യ പിതാവിനും സഹകാർമ്മികർക്കും ഇന്നത്തെ കർമ്മങ്ങളിൽ പങ്കെടുത്തവർക്കും തന്നെ ശുശ്രൂഷ പൗരോഹിത്യത്തിലേക്ക് ഉയർത്തുന്നതിൽ യത്നിച്ച സഹകരിച്ച എല്ലാവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നതാണ്. അഭിമന്യ ഗ്രിഗറി പിതാവേ, ബഹുമാനപ്പെട്ട വികാരി അച്ഛ, രാജ്കോട്ട് നിന്നുള്ള വൈദികരെ, മറ്റെല്ലാ വൈദിക ശ്രേഷ്ഠരെ നന്ദി പറയുക എന്നുള്ള ഒരു കർത്തവ്യമാണ് ഇപ്പോൾ എന്റേത്. വളരെ കാലങ്ങൾക്ക് മുമ്പ് ഒരു ചെറിയ സ്വപ്നം ഉണ്ടായി. ആ സ്വപ്നം ശരിയോ തെറ്റോ എന്ന് ഞാൻ ദൈവത്തോട് അന്വേഷിച്ചു. അതിനായിട്ട് ആയിരക്കണക്കിന് ആളുകളെ ദൈവം ആ സ്വപ്നം സാക്ഷാത്കരിക്കാനായിട്ട് എന്റെ അടുക്കലേക്ക് അയച്ചു. അവരാണ് നിങ്ങൾ ഓരോരുത്തരും. ഞാൻ എന്റെ ഹൃദയത്തിൽ നിന്ന് ആത്മാർത്ഥമായി നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാൻ നന്ദി പറയുന്നു.
ഒത്തിരി ബുദ്ധിമുട്ടുകളും തിരക്കുകളും ഒക്കെ ഉണ്ടായിരുന്നിട്ട് കൈവപ്പ് ശുശ്രൂഷയിലൂടെ എനിക്ക് പൗരോഹിത്യം നൽകുവാനായി ഇവിടെ എത്തിയ അഭിമന്യ ഗ്രിഗറി പിതാവിന് എന്റെയും എന്റെ കുടുംബാംഗങ്ങളുടെയും ഈ ഇടവകയുടെയും ഓരോരുത്തരുടെയും പേരിൽ ഞാൻ നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഇവിടെ എത്തിയിട്ടുള്ള പൂനമാക്കൽ അച്ഛനും മേപ്പുറത്ത് അച്ഛനും മാരിയൂസ് അച്ഛൻ, നെറ്റിക്കാട്ടച്ഛൻ, മര്യാദാസ് അച്ഛൻ, ഇവരെ എല്ലാവരും സീനിയേഴ്സ് ആയിട്ടുള്ള രാജ്കോട്ട് മിഷണറിമാരാണ്. ഇവരെയൊക്കെ ഞാൻ നന്ദിയോടെ സ്മരിക്കുന്നു. പിന്നെ ഇവിടെ എത്തിയിട്ടുള്ള സിസ്റ്റേഴ്സ് ആയിട്ടുള്ളവരുണ്ട്, പ്രത്യേകിച്ച് SJC സിസ്റ്റേഴ്സ്. അവരെനിക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിച്ചിട്ടുള്ളവരാണ്. പിന്നെ എന്റെ കുടുംബാംഗങ്ങൾ, അപ്പച്ചനും അമ്മയും എനിക്ക് തന്ന പരിശീലനമാണ് എന്നെ ഇവിടം വരെ എത്തിച്ചത്. എളിയവനായി എങ്ങനെ ജീവിക്കണമെന്ന് എന്നെ പഠിപ്പിച്ചത് എന്റെ അപ്പനും, സഹനങ്ങളെ എങ്ങനെ നേരിടണമെന്ന് പഠിപ്പിച്ചത് എന്റെ അമ്മയുമാണ്. അമ്മയുടെ പ്രാർത്ഥനയും കണ്ണീരുമാണ് എന്നെ ഇവിടെ എത്തിച്ചതെന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. പിന്നെ എന്റെ സഹോദരിമാർ, അവരെനിക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുന്നവരാണ്. അവരുടെ സഹകരണവും പ്രോത്സാഹനവുമാണ് ഇവിടെ എത്തുവാൻ എന്നെ സഹായിച്ചത്. അതോടൊപ്പം തന്നെ എന്റെ ജ്യേഷ്ഠൻ അച്ചാസനെ പറ്റി എനിക്ക് എങ്ങനെ പറയണമെന്നറിയില്ല. അച്ചാസൻ എനിക്ക് ചിലപ്പോൾ ഒരു കൂട്ടുകാരനാണ്, ചിലപ്പോൾ ഒരു ആധ്യാത്മിക നേതാവാണ്, ചിലപ്പോൾ ഒരു ആചാര്യനാണ്. അങ്ങനെ പറയാൻ പറ്റാത്ത വിധം ഒരുപാട് കാര്യമുണ്ട് എൻ്റെ ചേട്ടനെ പറ്റി എനിക്ക്. എൻ്റെ ചേട്ടൻ്റെ പ്രോത്സാഹനവും ഈ ദിവസങ്ങളിൽ ചേട്ടൻ്റെ കഠിനാധ്വാനവുമാണ് ഇതൊക്കെ ഇങ്ങനെ ഭംഗിയായി നടക്കുവാനിടയായത്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ, 6 മാസം മുമ്പ് ഞാൻ പട്ടത്തിൻ്റെ ഡേറ്റ് പറഞ്ഞപ്പോൾ മുതൽ വികാരിയച്ഛൻ നമ്മുടെ ഇടവകയിലെ ദൈവജനത്തെ എല്ലാ ആഴ്ചകളിലും പറഞ്ഞ് ഉണർത്തുകയായിരുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണമാണ് ഇത് ഇത്ര മനോഹരമാക്കാൻ സാധിച്ചത്. നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. പിന്നെ CMA സഭയിലുള്ള എല്ലാ മേലധികാരികളെയും അതുപോലെ തന്നെ വൈദികരെയും വൈദിക ശ്രേഷ്ഠരെയും ഞാൻ നന്ദിയോടെ സ്മരിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ സെൻറ്റ് സേവിയേഴ്സ് പ്രവിശ്യയുടെ അധിപനായ ബഹുമാനപ്പെട്ട കോലംകുഴിയിൽ അച്ഛൻ എപ്പോഴും നർമ്മത്തിലൂടെ നല്ല കാര്യങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കുകയും അതോടൊപ്പം തന്നെ വളരെ ലളിതമായൊരു ജീവിത മാതൃക കാണിച്ചു തന്നുകൊണ്ട് ഞങ്ങളെ നയിക്കുന്ന ഞങ്ങളുടെ പ്രൊവിൻഷ്യാളച്ഛന് ഞാൻ എൻ്റെയും എൻ്റെ കുടുംബാംഗങ്ങളുടെ എല്ലാവരുടെയും പേരിൽ നന്ദി പറയുന്നു. അതുപോലെ തന്നെ വിവിധ കമ്മിറ്റികളുണ്ട്, കൈക്കാരന്മാരുണ്ട്, ഇവരെല്ലാവരെയും ഞാൻ സമയക്കുറവ് മൂലം പെട്ടെന്ന് പറഞ്ഞു തീർക്കുകയാണ്, നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ എല്ലാ പരിപാടികളും കൃത്യമായി പറഞ്ഞത് കളത്തിലച്ഛനാണ്. കളത്തിലച്ഛനെ ഞാൻ വളരെ കുഞ്ഞായിരിക്കുമ്പോൾ തൊട്ട് കാണുന്നതാണ്. അച്ഛൻ എനിക്കെപ്പോഴും ഒരു മാതൃകയും ഒരു എക്സാമ്പിളുമാണ്. അച്ഛനെ ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ തന്നെ പത്തിലച്ഛനും പിന്നെ പാട്ടുപാടാൻ വന്നിട്ടുള്ള എല്ലാവരെയും നന്ദിയോടെ ഞാൻ ഓർക്കുന്നു. ഇവിടെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എല്ലാവരെയും ഞാൻ വളരെ നന്ദിയോടെ ഓർക്കുന്നു. എല്ലാവരുടെയും പ്രാർത്ഥനകൾക്കും അനുഗ്രഹങ്ങൾക്കും ഞാൻ ആത്മാർത്ഥമായി നന്ദി പറയുന്നു. സമയക്കുറവുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നമ്മുടെ കർത്താവ് യേശു മിശിഹ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എനിക്കായി പ്രാർത്ഥിക്കുക, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. The